പ്രൗഢമായ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുന്നതിലേക്ക് എത്തിനിന്നു. നാദാപുരം ഇസ്ലാഹിന്റെ ശബ്ദം മുമ്പും ഒട്ടേറെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രഭാഷണം അവരുടെ ഹൃദയഭിത്തികളെ കീഴടക്കി. അബദ്ധജടിലമായ വിശ്വാസങ്ങളുടെയും അത്യാചാരങ്ങളുടെയും കൂടാരത്തിലാണ് തങ്ങൾ അകപ്പെട്ടതെന്ന് ജനം തിരിച്ചറിയാൻ തുടങ്ങി. പുരോഹിതന്മാരെ ഈ പ്രഭാഷണം ഒട്ടൊന്നുമല്ല വെപ്രാളപ്പെടുത്തിയത്. സ്ഥലത്തെ പ്രധാന ദിവ്യനെ ഇസ്ലാഹി പ്രഭാഷണം വല്ലാതെ ചൊടിപ്പിച്ചു. പിന്നീട് ദിവ്യന്റെ വാചകാതിസാര മേളകളായിരുന്നു നാദാപുരത്ത്. പ്രമാണബദ്ധമായി ഇസ്ലാഹി പ്രഭാഷണങ്ങൾ ജനഹൃദയങ്ങളെ കീഴടക്കി മുന്നോട്ടു നീങ്ങി. ഇപ്പോൾ അതിന്റെ 9ാം ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. മലയാളക്കരയിൽ ശ്രദ്ധേയമായ ഒരു ഖണ്ഡന പരമ്പരയായി ഇത് മാറിക്കഴിഞ്ഞു. നാദാപുരമെന്ന് കേൾക്കുമ്പോഴേക്ക് ഖണ്ഡന പ്രസംഗം നടക്കുന്ന സ്ഥലമല്ലേ അത് എന്ന് ഏത് സാധാരണക്കാരും ചോദിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. അന്ധവിശ്വാസങ്ങൾ പടർത്താൻ ശ്രമിക്കുന്നവർക്ക് കനത്ത താക്കീതായി നാദാപുരം ഖണ്ഡനം മാറുകയായിരുന്നു. 4 ആൾ കൂടുന്നിടത്തെല്ലാം നാദാപുരം ചർച്ചയായി എന്നത് കേവലം യാദൃശ്ചികതയിൽ ഒതുക്കാവുന്നതല്ല. നാദാപുരത്ത് മുജാഹിദുകൾ നേടിയെന്നത് പുരോഹിതന്മാരെ സ്നേഹിക്കുന്നവർ പോലും അടക്കം പറഞ്ഞു തുടങ്ങി. മുജാഹിദ് പ്രവർത്തകരെ നാദാപുരം കൂടുതൽ അഭിമാനബോധമുള്ളവരാക്കി എന്നതാണ് നേര്. ആശങ്കപ്പെടുന്നവർ പോലും പ്രസംഗം ശ്രവിക്കാത്തവരോ അതിന്റെ മാറ്റം കാണാത്തവരുമാണ്. മതരാജ്യവാദികളുടെയും പൗരോഹിത്യത്തിന്റെയും അഹന്തയ്ക്കേറ്റ കിഴുക്കായിരുന്നു നാദാപുരം ഇസ്ലാഹി പ്രഭാഷണങ്ങൾ. എന്നാൽ പേരോടിന്റെ മറുപടി എന്ന പേരിലുള്ള മിമിക്രി കേട്ട് നാദാപുരത്തുകാർ തന്നെ പറയാൻ തുടങ്ങി, എന്താണ് ഇയാളീ പറയുന്നതെന്ന്. പേരോടിന്റെ വാചകമേള സാധാരണ സുന്നികളെ കടുത്ത നിരാശയിലാഴ്ത്തി. അദ്ദേഹത്തിന്റെ കസർത്തുകൾ കേട്ട് സുന്നികൾ പോലും തലയിൽ കൈവച്ച് ചിരിക്കാൻ തുടങ്ങി. സാഹചര്യങ്ങളുടെ ദുർബലാവസ്ഥ കാരണം സത്യത്തിലേക്ക് എത്തിനോക്കാൻ കഴിയാത്ത ഹതഭാഗ്യരാണ് പേരോടിന്റെ പ്രസംഗത്തിൽ നാണം കെട്ടത്. കാരണവന്മാരുടെ പാതവിടാതെ കാന്തപുരത്തിന്റെയും പേരോടിന്റെയും അനുയായികളായി എന്നതു മാത്രമാണ് ഈ വിഴുപ്പുപേറേണ്ട ദൗർഭാഗ്യത്തിലേക്ക് അവരെ തള്ളിവിട്ടത്. സംസ്ഥാന സുന്നി നേതാവ് നജീബ് മുസ്ലിയാർക്ക് പേരോടിന്റെ പ്രസംഗം ഒട്ടും പിടിക്കുന്നില്ല. കാരണം പേരോട് തന്റെ വാചകമടി ഇനിയും തുടർന്നാൽ സുന്നികൾ എന്ന് വിളിക്കാൻ കൂടുതൽ ആളുകളൊന്നും ശേഷിക്കുകയില്ലെന്നാണ് നജീബ് മുസ്ലിയാരുടെ ദുഃഖം. നാദാപുരത്ത് ഹുസൈൻ സലഫി നടത്തിയ ഒരു തൗഹീദ് പ്രഭാഷണമാണല്ലോ 5 വർഷങ്ങൾക്ക് മുൻപ് പേരോട് അഭിമാനവധത്തിന് വിധേയമാക്കാനൊരുങ്ങിയത്. സലഫിക്ക് മറുപടി എന്ന പേരിൽ പേരോട് സംവിധാനം ചെയ്ത നാടകങ്ങളായിരുന്നു പിന്നീട്. സ്ഥിരം കേൾവിക്കാരും ഒരുക്കി നിർത്തിയ തക്ബീർ യന്ത്രങ്ങളും പേരോടിനെ രക്ഷിക്കാൻ പാടുപെട്ടു. രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാണ് ഒരു വ്യാജ ഐക്യവേദി നിർമ്മിതി. നാട്ടിലെ പ്രമുഖരെയെല്ലാം അവരറിയാതെ പോലും ഐക്യവേദി ലിസ്റ്റിൽ ചേർത്തു. വ്യാജ ഐക്യവേദി നിർമ്മിതിക്ക് മുജാഹിദുകളെ കബളിപ്പിക്കാനായില്ല. നാദാപുരത്ത് തന്നെ ഒരു ഐക്യവേദി നിർമ്മാണം പുത്തൻ കാഴ്ചയായിരുന്നുവല്ലോ. ഖണ്ഡനം അവസാനിപ്പിക്കാൻ കുറുക്കുവഴി തേടുന്ന പേരോട് വ്യാജ ഐക്യവേദിക്കാരെ മുന്നിൽ നിർത്തി വാദപ്രതിവാദ വെല്ലുവിളി നടത്തി നോക്കി. ഇളിഭ്യരായ കാരന്തൂർ ഭക്തർ മുജാഹിദുകളെ മസാജ് ചെയ്യാൻ വ്യാജ ഐക്യവേദിക്കാരെ ചുമതലപ്പെടുത്തി. എന്തിനാണിത് തുടരുന്നത്, നിർത്തിക്കൂടെ എന്നായി ഐക്യവേദിയുടെ മധുരവർത്തമാനം. പേരോട് ഭക്തരുടെ ശല്യം സഹിക്കവയ്യാതെയാണ് നിങ്ങളെ സമീപിച്ചതെന്ന് മുജാഹിദുകളോട് ചില നിഷ്പക്ഷർ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. മുജാഹിദുകൾ എങ്ങനെ ഈ പ്രഭാഷണ പരമ്പര അവസാനിപ്പിക്കും? നജീബ് മുസ്ലിയാരുടെ ദുഃഖത്തിലാണ് മുജാഹിദുകളുടെ പ്രതീക്ഷ. 2 ലക്ഷത്തിലധികം രൂപ മുടക്കി മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് മടങ്ങിവരുന്നവരോട് നിങ്ങൾ പോയത് ഇബ്രാഹിം നബിയുടെ ആണ്ടിനാകുന്നുവെന്ന് പറയുന്ന പേരോടിനോട് ഏത് സുന്നിയാണ് സലാം പറഞ്ഞ് മുജാഹിദ് സെന്ററിലേക്ക് വഴിയന്വേഷിക്കാതിരിക്കുക? ഇബ്രാഹിം നബിയുടെ ആണ്ട് കഴിക്കാൻ 2.5 ലക്ഷത്തിന്റെ ആവശ്യമെന്തിനെന്ന് അല്പമെങ്കിലും പശ തലയിലുള്ള സുന്നി ചിന്തിക്കാതിരിക്കുമോ? ഒരു മദ്രസ മുസ്ലിയാരെ വിളിച്ച് ഇബ്രാഹിമി മൗലിദ് കഴിച്ചാൽ നടപ്പ് വിപണിയനുസരിച്ച് 200ന്റെ മുടക്കേയുള്ളൂ. വിവരക്കേട് പോലും പേരോടിൽ നിന്ന് ഈ ആരോപണത്തിന്റെ പേരിൽ കുതറിമാറുന്നു. പേരോട് നടന്നു പോകുന്നിടത്തെല്ലാം മുജാഹിദുകൾക്ക് അതിദ്രുതം വളർച്ചയുണ്ടെന്ന് നജീബ് മുസ്ലിയാരും ഔദ്യോഗിക സുന്നികളും അടക്കം പറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പേരോടിന്റെ നാദാപുരം CD കേൾക്കുമ്പോൾ നജീബ് മുസ്ലിയാർക്ക് അറപ്പും വെറുപ്പും തോന്നുമത്രേ. അന്ധവിശ്വാസങ്ങളെ ന്യായീകരിക്കുന്ന നജീബ് മുസ്ലിയാർക്ക് പോലും പേരോടിനെ സഹിക്കാനാവുന്നില്ലെങ്കിൽ എന്തിനീ ഭാരം പാവങ്ങളായ സുന്നികളെ കൊണ്ട് വഹിപ്പിക്കുന്നു? നാദാപുരത്ത് സലഫിയുടെ 9ാം ഖണ്ഡനം. സ്ഥലത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആദ്യ ദിവസം നടത്താനേ സാധിച്ചുള്ളൂ. രാഷ്ട്രീയ സംഘർഷം നിമിത്തം പ്രദേശത്ത് കലക്ടർ 144 ആക്ട് പാസാക്കുകയായിരുന്നു. 1ാം ദിവസം തന്നെ സലഫിയുടെ പ്രഭാഷണം പേരോടിന്റെ നട്ടെല്ലിനുള്ള വെട്ടായിരുന്നു. 2ാം ദിവസത്തെ പ്രഭാഷണം നിർബന്ധിത സാഹചര്യത്തിൽ മാറ്റിവെച്ചത് പേരോടിനെയായിരിക്കും ഏറെ സന്തോഷിപ്പിച്ചത്. നാദാപുരത്ത് മുജാഹിദുകളുടെ പ്രഭാഷണം മുടങ്ങണമെന്ന് ആശിച്ചവരും പ്രാർത്ഥിച്ചവരും നിരാശരായി. സാധാരണ പ്രഭാഷണ പരമ്പര തന്നെ പരിസരങ്ങളിൽ നടത്താൻ പോലീസ് അനുവദിച്ചിരുന്നില്ല. എന്നിട്ടും മുജാഹിദുകളെ അറിയുന്ന നിയമപാലകർ പ്രഭാഷണം നടത്താൻ അനുമതി നൽകി. ആയിരങ്ങൾ തടിച്ചുകൂടുമെന്നറിഞ്ഞിട്ടും അവർ സമ്മതിച്ചത് ഈ പ്രസ്ഥാനം അടയാളപ്പെടുത്തിയ നന്മകൾ കണ്ടിട്ടാണ്.
21-ന് രാത്രി രാഷ്ട്രീയ സംഘർഷം അഗ്നിപർവ്വതം തീർത്തില്ലായിരുന്നുവെങ്കിൽ 2-ാം ദിവസം സലഫിയുടെ പ്രഭാഷണം തുടരുമായിരുന്നു. രാഷ്ട്രീയ സംഘർഷം കത്തിനിൽക്കുന്ന സാഹചര്യത്തിലും മുജാഹിദുകളുടെ പ്രഭാഷണം നടന്നത് കാരന്തൂരിപ്പടയെ ഞെട്ടിച്ചു. പഴയ ടൈഗറുകളെ പ്രഭാഷണം കലക്കാൻ പറഞ്ഞുവിട്ടു. സംഘാടകർ ഉണർന്നു പ്രവർത്തിച്ചതിനാൽ ടൈഗറിനെ കൂട്ടിലടക്കാനായി. മുജാഹിദുകളുടെ കനിവിലാണ് ഇയാൾ പിന്നീട് പുറം ലോകം കണ്ടത്. സ്റ്റേഷനിൽ നിന്ന് ടൈഗറിനെ വിട്ടുകിട്ടാൻ വന്നത് മൗലാനയുടെ മകനായത് കേവലം യാദൃശ്ചികമെന്ന് മുജാഹിദുകൾ വിശ്വസിക്കണമെന്നോ? സിറാജുൽ ഹുദ നാദാപുരത്തേക്ക് തിരിച്ചുവിട്ടാലും നാദാപുരം ഖണ്ഡനം അവസാനിപ്പിക്കാൻ മുജാഹിദുകൾ തൽക്കാലം ആലോചിക്കുന്നില്ലെന്ന കരുത്തുറ്റ നിലപാടുമായി 9-ാം ഖണ്ഡനം നിങ്ങൾക്കായി സഹൃദയം സമർപ്പിക്കുന്നു.